ഹോ, എനിക്ക് വയ്യ ഈ ജീവിതം. ഈ പാതയോരത്ത് എത്ര നാളായി വിശന്ന് വലഞ്ഞ് വെയിലും മഴയുമേറ്റ് ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട്. വർഷങ്ങളായി ആരും എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ. എൻ്റെ വയറ്റിലേക്കൊന്നും ഇടുന്നുമില്ല. മടുത്തു. അതാരാ കുറച്ചു പേർ എൻ്റെ അടുത്തേക്ക് വരുന്നത്? എന്താണ് അവരുടെ പരിപാടി? കാത്തിരുന്ന് കാണാം. ഓ, എല്ലാവരുടെയും കയ്യിൽ സ്റ്റാമ്പ് ഒട്ടിച്ച നീളമുള്ള കവറുണ്ടല്ലോ. ഞാൻ ഇന്ന് ആരെയാണ് കണി കണ്ടത്? ഓരോരുത്തരായി എൻ്റെ വായ തുറന്ന് കത്തുള്ളിലേക്ക് ഇടുകയാണല്ലോ. അത് മൊബൈലിൽ പകർത്തുന്നുമുണ്ട്. ഇതെന്താ? എല്ലാവരുടെയും കത്തിലെ അഡ്രസ്സ് ഒന്നാണല്ലോ. എന്തായാലും സന്തോഷമായി. ഇന്ന് ലോക തപാൽ ദിനമാണല്ലോ. അതിൻ്റെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. എനിക്കൊരു സുവർണ കാലമുണ്ടായിരുന്നു. എത്രയെത്ര സ്കൂൾ കുട്ടികളും കോളേജ് കുമാരന്മാരും കുമാരിമാരും ഒരു പണിയുമില്ലാത്ത വായിനോക്കികളും പ്രേമലേഖനങ്ങളുമായി വരാറുണ്ടായിരുന്നു. മറുനാട്ടിൽ ജോലി ചെയ്യുന്ന മക്കൾക്കും ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും പ്രേമം നിറഞ്ഞ കത്തുകളും ആവശ്യങ്ങളുടെ നീണ്ട പട്ടികകളും അടങ്ങിയ കത്തുകൾ, ജോലിയുടെ അപേക്ഷാ ഫോറം, അങ്ങനെ എന്തൊക്കെ വിധത്തിലുള്ള കത്തുകളുമായി എൻ്റെ വയറ് നിറക്കാറുണ്ടായിരുന്നു. കുടുംബം കലക്കുന്നവരുടെ ഊമക്കത്തുകളും വരാറുണ്ടായിരുന്നു. 80കളിലും 90കളിലുമൊക്കെ ഗൾഫ് എഴുത്തുകാരുടെ സുവർണ കാലമായിരുന്നില്ലേ? എല്ലാം ഒരു കാലം. പ്രേമലേഖനങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്ലൈയിങ് കിസ് ചില പ്രേമപ്പനി പിടിച്ചവർ എനിക്ക് സമ്മാനിക്കാറുണ്ട്. യുദ്ധം നടക്കുമ്പോൾ ജവാന്മാരുടെ ഭാര്യമാരും അമ്മമാരും സങ്കട കത്തുകളുമായി ദിവസവും വരാറുണ്ട്. ഞാനിവിടെ നിശബ്ദമായിരുന്നു ഇവിടെ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ബൈക്കിലെത്തി മാല പിടിച്ചു പറിക്കുന്നവരെയും വഴിയെ പോകുന്നവരെ ആക്രമിക്കുന്ന നായക്കൂട്ടങ്ങളെയും സന്ധ്യ കഴിഞ്ഞാൽ എൻ്റെ കൺമുന്നിൽ നടക്കുന്ന പീഡനങ്ങളും അങ്ങനെ എന്തെല്ലാം. എന്നും പത്രത്താളുകളിൽ കാണുന്ന നടുക്കുന്ന വാർത്തകൾ, യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന നാളെയുടെ വാഗ്ദാനങ്ങളായ ഗാസയിലെ കുഞ്ഞുങ്ങൾ, അവരുടെ വിശപ്പിന്റെ വിളി, സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്നവർ, അങ്ങനെ എന്തെല്ലാം കാഴ്ചകളും ആണ് കാണേണ്ടി വരുന്നത്. പിന്നെ ഗൾഫുകാരുടെ കത്തുകൾ പലതും നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിലെ പ്രണയഗാഥകൾ വായിക്കാൻ ചില പോസ്റ്റ്മാൻമാർക്ക് ആകാംക്ഷയാണ്. അരികു കീറി വായിച്ച് ഒന്നും അറിയാത്തതുപോലെ ഉടമസ്ഥന് കൊണ്ടു കൊടുക്കുന്നതും വിരളമല്ല. പക്ഷേ എല്ലാ പോസ്റ്റ്മാൻമാരും അങ്ങനെയൊന്നുമല്ല. സൈക്കിളിൽ പോകാൻ കഴിയാത്തവർ ദൂരങ്ങൾ താണ്ടി ക്ഷീണിച്ച് ഓരോ വീട്ടിലും കത്തുകളുമായി എത്തുമ്പോൾ വീട്ടുകാരുടെ ഒരു സന്തോഷം, അത് കാണുമ്പോൾ തൻ്റെ ക്ഷീണം മറക്കുന്നു. 10-15 വർഷം മുമ്പ് വരെ പോസ്റ്റ്മാൻ എന്നും തിരക്കായിരുന്നു. ഇന്ന് ആകെ വരുന്നത് മാസികകളും ചില അത്യാവശ്യ എഴുത്തുകളും ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസും മാത്രം. അന്നൊക്കെ പോസ്റ്റ്മാൻ കുടുംബത്തിലെ വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. ഫോണും മൊബൈലും വാട്സാപ്പും ഇല്ലാത്ത കാലത്ത് ഭർത്താവിൻ്റെ ഒരു എഴുത്തിനായി പോസ്റ്റ്മാനെ ഇരിക്കാത്തവർ ചുരുക്കമായിരിക്കും. ഗൾഫിൽ നിന്ന് വരുന്ന കത്തിൻ്റെ സുഗന്ധം ആസ്വദിച്ച് അടുത്തൊരെഴുത്ത് വരുന്നത് വരെ എത്ര വട്ടം ഒരു കത്ത് വായിച്ച് തലയിണക്കടിയിൽ വെച്ചിട്ടുണ്ടാകും. മൊബൈലും കമ്പ്യൂട്ടറും വാട്സാപ്പും ഇൻ്റർനെറ്റും അതിൻ്റെയൊക്കെ സ്വാധീനം ഇന്ന് സമൂഹത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ പാവം എന്നെ എല്ലാവരും മറന്നുപോയി. ക്രിസ്മസും ന്യൂ ഇയറിനുമൊക്കെ എനിക്ക് ചാകരയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ഗുഡ് മോർണിംഗ് പറയുന്ന ലാഘവത്തോടെ മെറി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും വാട്സാപ്പിൽ അയക്കുകയാണ്. എനിക്കൊരപേക്ഷയുള്ളത്, പുതുതലമുറയെങ്കിലും കത്തെഴുതാൻ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. സ്കൂളുകളിൽ നിന്ന് തന്നെ ആകട്ടെ അതിൻ്റെ ആരംഭം. ഒരു കത്ത് വായിക്കുമ്പോഴുള്ള ആത്മബന്ധം എത്ര വാട്സപ്പ് സന്ദേശങ്ങൾക്കോ ഇമെയിലിനോ നൽകാൻ കഴിയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാട് കയറി ഞാൻ ചിന്തിച്ചു പോയി. എനിക്ക് ഇനിയൊരു നല്ല കാലം വരുമോ? കാത്തിരുന്ന് കാണാം.